Hi friends, welcome back to my YouTube channel. My name is John C. My name is Alvin. So, ഇന്നത്തെ വീഡിയോ എന്താണ് ആൽവിൻ? This video is exclusively dedicated to those who are looking to take masters in September 2026. മാസ്റ്റേഴ്സ് ഇൻ MS Nursing. Yes. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ട് 6 months ആയിരിക്കുന്നു. ആൻഡ് ഞങ്ങളുടെ ജൂനിയേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെയുണ്ട്, പാർട്ട് ടൈം കിട്ടിയോ, പാർട്ട് ടൈം നല്ല പാടാണല്ലോ, പിന്നെ ഇപ്പോൾ അങ്ങനെ കേൾക്കുന്നതൊക്കെ വേറെ ആണല്ലോ, അതായത് നമുക്ക് ജോലി കിട്ടില്ല, അതാണ് ഇതായിരുന്നൊക്കെ. അപ്പം ഞങ്ങൾ ഫേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ നിങ്ങൾക്ക് ഡൗട്ടായി നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ചെറിയൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ഗോൾസ് അല്ലെങ്കിൽ ഞങ്ങളുടെ എയിംസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ആദ്യത്തെ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ UK NMC രജിസ്ട്രേഷൻ UK പിൻ കിട്ടാൻ വേണ്ടി എന്തൊക്കെ പ്രോസസ്സിൽ കൂടെ പോകണം? ഈ NMC പിൻ എന്ന് പറയുന്നത് അറിയാലോ, ഇവിടെ UK നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് NMC പിന്നാണ് നമുക്ക് വേണ്ടത് ആസ് എ നേഴ്സ്. അപ്പോൾ അത് നമുക്ക് കിട്ടാണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം. പിന്നെ ഞങ്ങൾ ഇവിടെ 6 months വന്നപ്പോൾ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു, അപ്പോൾ അത് നമ്മൾ ലിവിങ് എക്സാമ്പിൾസ് വെച്ച് കാണിച്ചു തരാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ജസ്റ്റ് എ ബ്രീഫ് അബൌട്ട് എ പാർട്ട് ടൈമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പോൾ അതിനെക്കുറിച്ച് വലിയൊരു വീഡിയോ ഇടാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവരുടെ NMC പിന്നിൻ്റെ ആ ഒരു പ്രോസസ്സിങ്ങും അതിൻ്റെ സ്റ്റേജസും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഞങ്ങളായാലും ഒരു പ്രോസസ്സിങ്ങിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത് കറൻ്റ്ലി. ആൻഡ് ഈ NMC പിന്നും അതൊക്കെ കിട്ടിയവരും ഉണ്ട്, എല്ലാ സ്റ്റേജിലിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ അവർ NMC പിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ പ്രോസസ് അല്ല, അതൊരു കോംപ്ലക്സ് ആണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ 2-3 സ്റ്റേജസ് ആണ്. അതിന്റെ എൻഡ് സ്റ്റേജ് ആണ് NMC പ്രോസസ്, NMC പിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നീഡ് ടൈം. സോ ഫസ്റ്റ് പ്രോസസ് ആയിട്ടുള്ള CBT എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഫ്രണ്ട് എൽദോസ് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. സോ വി ആർ ഗോയിങ് ടു എൽദോസ്. ഹായ് എൽദോസ്, ഹൗ ഇസ് യുവർ CBT going through? I just cracked my CBT last month. It's damn easy, man. So I don't think it's a stressful thing to be. So I always prefer to have 10 or 15 days CBT coaching from. I continuously study the 10 days for CBT. No. I'm busy with my works classes, so I can attend 10 days in a stretch. So I always prefer to take the class which I'm free. So at my convenience, I go to classes. So how the CBT is divided to? It is divided to any? It's mainly divided into two, like numerical sections as well as the clinical. Numerical, it's 15 points, so we need to at least score about 14. Yeah. And the remaining is clinical, which is around 100 questions, you know. Yeah. We need to at least pass 65 to 70. Yeah, exclusive. This is the information exclusively about CBT. Next, we are going to give more data on OSCE. അതെ, സോ ഓസ്കി കമ്മിറ്റിയിലിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഓസ്കി എങ്ങനെയായിരുന്നു? സ്ട്രെസ്ഫുൾ ആയിരുന്നോ? നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? I mean, OSCE is basically practical. നമുക്ക് ലൈക്ക് 10 സ്റ്റേഷൻസ് അതിലുള്ളത്. എക്സാമിനർ ഓവർവ്യൂ എന്ന് പറയുമ്പോഴും 10 സ്റ്റേഷൻസ് അതിൽ എപ്പൈ സ്റ്റേഷൻസ് കഴിഞ്ഞിട്ട് 4 സ്കിൽ സ്റ്റേഷൻസ്, പിന്നെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഒന്നും പ്രൊഫഷണൽ വാല്യൂസ് ഒന്നും. അതാണ് ബേസിക്കലി അതിൻ്റെ സ്ട്രക്ചർ. ആൻഡ് എൻ്റെ ജേർണി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലൈക്ക് നമ്മുടെ യൂണിയിലെ ക്ലാസ്സസ് നമുക്കറിയാലോ, നമ്മുടെ യൂണിയിലെ ക്ലാസ് അസൈൻമെൻറ്റ് സബ്മിഷൻ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് മാനേജ് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണ്. ബട്ട് പറ്റായിക്കൊന്നുമില്ല, നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ പാർട്ട് ടൈം പരിപാടി നമുക്കെല്ലാം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ് എല്ലാം. ആ ചിലപ്പോൾ നമ്മുടെ NMCയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്, അതുപോലെ OSCEയിൽ അപ്പോൾ നമുക്ക് ചേഞ്ചസ് ഒബ്വിയസ്ലി വരും അല്ലേ? അപ്പോൾ ഈ ചേഞ്ചസ് വരുന്നതിന് മുന്നാണോ ശേഷമാണോ എക്സാം എഴുതിയത്? ഞാൻ ആക്ച്വലി ലൈക്ക് ഈ ഫെബ്രുവരി 23 തൊട്ടാണ് ചേഞ്ച് വന്നത്. ബട്ട് ഞാൻ 18th എഴുതിയിട്ടുണ്ടായിരുന്നു. ബട്ട് അത് വലിയ ചേഞ്ച് ഒന്നും അല്ല. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കേട്ടത് അപ്പോൾ ലൈക്ക് സ്റ്റേഷൻസ് കൂടിയിട്ടില്ല. ലൈക്ക് 2-3 ഇപ്പോൾ പഠിക്കാനുള്ള കണ്ടന്റാണ് കൂടിയത്. ലൈക്ക് ഇപ്പോൾ സ്കിൽ സ്റ്റേഷനിലാണേലും ഒരു ഇപ്പോൾ DVT അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് കൂടിയത്. അതെ, നമുക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ്, നമ്മൾ OSCE എക്സാമിന് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ എക്സാം വീണ്ടും എഴുതണം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ടിപ്സ്, ഈ ഇപ്പോൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എന്തൊക്കെയാണ്? ആക്ച്വലി നമ്മളിപ്പോൾ ഏതെങ്കിലും സ്റ്റേഷൻ പോയി എന്ന് പറഞ്ഞാലും അത് മാത്രം എഴുതിയെടുത്താൽ മതി. ലൈക്ക് നമ്മൾ എല്ലാം റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നമുക്ക് പോയ സ്റ്റേഷൻ, അതിപ്പോൾ 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, അത് മാത്രം നമ്മൾ എഴുതിയെടുത്താൽ മതി. ആൻഡ് ബെറ്റർ നമ്മൾ നേരത്തെ ഓൺലൈൻ എടുത്ത്, ലൈക്ക് ഇപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും തന്നെ ഫേസ് ടു ഫേസ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് നേരത്തെ ഓൺലൈൻ എടുത്ത് ലൈക്ക് നമ്മൾ ആ തിയറി ആയിട്ടൊന്ന് പരിചയമല്ലെങ്കിൽ നമ്മൾ പോയിട്ട് കാര്യമില്ല. നമ്മുടെ സൈഡിൽ നമ്മൾ എഫേർട്ട് ഇടണം. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ഷോർട്ട് പീരീഡിലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു.
അത്ര സ്ട്രെസ് ഇല്ലാതെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ച് നേരത്തെ അത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ അതാ. നമ്മുടെ അഞ്ജന നമ്മുടെ കൂടെ ഉണ്ട്. അഞ്ജന OET ക്രാക്ക് ചെയ്തിട്ടുള്ള ആളാണ്. സോ OET ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്? ഒരു മിനിമൽ ആണോ, മാക്സിമം ആണോ, അതോ എക്സ്ട്രാ മാക്സിമം ആണോ? എൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ 4th ഇയർ കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ OETക്ക് വേണ്ടി ജോയിൻ ചെയ്തായിരുന്നു. സോ ആഫ്റ്റർ 3 months ഓഫ് കോച്ചിങ് ഞാൻ OET ക്രാക്ക് ചെയ്ത ആളാണ് ഫ്രം മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്. എഫേർട്ട് നമുക്ക് വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണം. കാരണം റീഡിങ് ആൻഡ് ലിസണിങ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അഞ്ജന നമ്മളെക്കാട്ടി 1 year സീനിയർ ആണ്. എന്നിട്ടും അഞ്ജന ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് വെയിറ്റ് ചെയ്യാതെ MSc പ്രോഗ്രാമിന് വേണ്ടി വന്നിരിക്കുകയാണ്. സോ ആ ഡിസിഷൻ നല്ലതായിട്ടാണോ തോന്നണേ, അതോ വാട്ട് ഈസ് യുവർ പെർസ്പെക്റ്റീവ്? ഇറ്റ് വാസ് എ വോയിസ് ഡിസിഷൻ ബിക്കോസ് നമ്മൾ ഓൾമോസ്റ്റ് ഞാൻ 1 year-ഓളം വെയിറ്റ് ചെയ്തു എന്തെങ്കിലും റിക്രൂട്ട്മെന്റ്സ് ജോലിക്ക് വേണ്ടി UK-ലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിലേക്ക് ഉണ്ടായിരുന്നത്. ബട്ട് ദർ വാസ് നൺ. സോ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റുഡന്റ് വിസയിൽ വേറെ കൺട്രീസിലേക്ക് പോവാം. ദെൻ ആഫ്റ്റർ റീച്ചിങ് ചെയ്യുക നമുക്കൊരു പിൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. That's why I chose MSc Nursing program and I think it's one of my best decisions. Yeah. And one more question. Why did you choose MSc Nursing over than നാട്ടിൽ നിന്ന് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ അഞ്ജന, എന്താണത്? മേ ബി നമുക്ക് ജോലിക്ക് വരാം അല്ലെങ്കിൽ വേറെ അല്ല ജോലിക്ക് വരാന്നല്ല ഉദ്ദേശിച്ചത്. നാട്ടിൽ നിന്ന് കുറച്ച് പേര് വിസിറ്റിംഗ് വിസയ്ക്ക് വരാറുണ്ട്. ഇപ്പൊ വാട്ട് ഇസ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ദ വിസിറ്റിംഗ് വിസ ഇൻ UK ഓർ ദ സ്റ്റുഡന്റ് വിസ? സോ വിസിറ്റിംഗ് വിസ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 6 months, ജസ്റ്റ് ഒരു 6 months-നുള്ളിൽ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. മീൻസ് CBT, OSCE എല്ലാം ക്രാക്ക് ചെയ്ത് പിന്നെ നമ്മൾ NHS-ൽ ഒരു ഇന്റർവ്യൂ ഐ മീൻ ഒരു 50 ഇന്റർവ്യൂസിന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താലേ അറ്റ്ലീസ്റ്റ് 10 എങ്കിലും നമുക്ക് ഇന്റർവ്യൂസ് അവരെ വിളിക്കത്തുള്ളൂ. അപ്പൊ ആ 10 ഇന്റർവ്യൂസിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആഫ്റ്റർ 6 months നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോവാം. ബട്ട് ആസ് എ സ്റ്റുഡന്റ് 1 year കോഴ്സ് 2 years സ്റ്റേ ബാക്ക്. ആ സ്റ്റേ ബാക്കിന്റെ ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം ക്രാക്ക് ചെയ്ത് ഇവിടെ ഒരു NHS നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. സോ 6 months-ന്റെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം നമ്മളൊരു കോഴ്സും പഠിച്ച് ജസ്റ്റ് ആ ഒരു MSc എന്നുള്ള ഹെഡിങ്ങും കിട്ടും. നമ്മുടെ ലെവൽ കുറച്ചും കൂടെ ഇവിടെ അപ്പാവും. മീൻസ് Band 5-ൽ നിന്നും നമ്മൾ Band 7-ലേക്ക് പോകും. ആക്ച്വലി നമ്മളുടെ MSc പ്രോഗ്രാം തീരുമ്പോൾ വി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് Band 7 in NHS. അതുകൊണ്ട് തന്നെ even though there is some vacancies in Band 7, we can also apply, right? Yeah. After completing the course, we can apply for Band 7 also. vacancies. Yeah. ജെയിനെ, നീ ഒരു NMC പിൻ ഹോൾഡർ ആണ് അല്ലെ? ഇവിടെ വന്നിട്ട് നമ്മളിപ്പോ എത്ര മാസമായിട്ടുണ്ടാവും? 6 months. അതിനുള്ള നീ എല്ലാം ക്രാക്ക് ചെയ്തു. അപ്പൊ ക്രാക്ക് ചെയ്തൊരു വ്യക്തിയാണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു? ഒന്ന് ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞു. ആക്ച്വലി നമ്മളിപ്പോ നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ഒക്കെ കുറഞ്ഞല്ലോ. അപ്പൊ ആക്ച്വലി ഞാൻ 4th year പാസ്സായപ്പം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ NMC പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തു. പിന്നെ എനിക്ക് CBT എഴുതിയപ്പോൾ അപ്പം തന്നെ അത് കിട്ടി. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നത് എനിക്ക് നമ്മുടെ OSCE ആയിരുന്നു. പക്ഷെ അപ്പം നമുക്കറിയാമായിരുന്നില്ല, ഇപ്പോൾ ഒരു വർഷമായിട്ട്, അതൊന്നല്ല 2 വർഷമായിട്ട് ഇപ്പം നമ്മുടെ റിക്രൂട്ട്മെന്റ് അങ്ങ് നിർത്തി വെച്ചേക്കും. ഇപ്പം നമുക്ക് നാട്ടിൽ നിന്ന് കയറി ഇങ്ങോട്ട് വരാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ ആകെയുള്ള 2 ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരെണ്ണം വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് OSCE എഴുതുകയായിരുന്നു. പിന്നെ എനിക്ക് രണ്ടാമതെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് കോഴ്സ് എടുത്ത് ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോഴാണ് ഞാൻ സ്റ്റുഡന്റ് വിസ തന്നെ ഞാൻ നോക്കിയത്. അപ്പൊ പിന്നെ ഞാൻ ഗൂഗിളൊക്കെ അന്വേഷിച്ച് നോക്കി യൂണിവേഴ്സിറ്റി ഓഫ് സാൽഫോർഡിനെ കുറിച്ച്. പിന്നെ ആക്ച്വലി ഇവിടെ ഉള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് ചോദിച്ചു യൂണിവേഴ്സിറ്റി എങ്ങനെ ഉണ്ട്, നമുക്കിങ്ങനെ. പിന്നെ 2 വർഷം നമുക്ക് PSW ഉണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കപ്പോൾ OSCE എഴുതാൻ പറ്റും. OSCE എഴുതിയിട്ട് എനിക്ക് ജോലി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഉള്ള ടൈമിൽ എന്തെങ്കിലും പാർട്ട് ടൈം ഒക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ ഒരു NHS-ലൊക്കെ കയറുക, ആ ഒരു സ്വപ്നത്തോടെയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ OSCE എഴുതി. ഞാൻ നാട്ടിൽ നിന്ന് OSCE പഠിച്ച് തുടങ്ങിയായിരുന്നു. പിന്നെ ഒരു മാസം കൊണ്ട് തന്നെ OSCEക്ക് ഡേറ്റ് എടുത്തു, OSCE എഴുതി. പിന്നെ അടുത്ത മാസം തന്നെ എനിക്ക് പിൻ നമ്പർ കിട്ടി. അപ്പോൾ വന്നൊരു 3ാമത്തെ മാസം തന്നെ എൻ്റെ കയ്യിൽ പിൻ നമ്പർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ തന്നെ ഇവിടെ കോഴ്സ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 മാസം എന്ന് പറയുമ്പോൾ ഒരു ട്രൈമസ്റ്റർ കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ 2ാമത്തെ ട്രൈമസ്റ്ററിൽ ഇപ്പം നിൽക്കുന്നത്. അപ്പം പിന്നുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ ഒരു ഏജൻസി ആയിട്ട് ഇപ്പം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുമുണ്ട്. അപ്പം
അപ്പൊ നമുക്കറിയാം സ്റ്റുഡന്റ് വിസ എന്ന് പറയുമ്പോൾ നമുക്ക് 20 hours ഉള്ളൂ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫുൾ ടൈം പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്ലൈ ചെയ്താലും അവർ ചോദിക്കുന്നത് നമ്മുടെ ഈ ഒരു റെസ്ട്രിക്ഷൻ കാരണം അവർക്ക് നമുക്ക് ജോലി തരാൻ പറ്റത്തില്ല. നമുക്ക് പാർട്ട് ടൈം മാത്രമേ ഇപ്പോൾ പറ്റുള്ളൂ, സ്റ്റുഡന്റ് വിസ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ പാർട്ട് ടൈം ഇപ്പൊ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ NHS 2 ഇന്റർവ്യൂവിന് പോയി, പക്ഷെ രണ്ടും കിട്ടിയില്ല. ലൈക്ക് ആക്ച്വലി ഈ ഒരു ഫുൾ ടൈം പൊസിഷനിലോട്ട് ഞാൻ അപ്ലൈ ചെയ്തത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാർട്ട് ടൈം തെരഞ്ഞു പിടിച്ച് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഇന്റർവ്യൂവിന് പോകണം. ഇപ്പൊ പക്ഷെ നേഴ്സ് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേഴ്സായിട്ട് ഒരു ഏജൻസിയിൽ പോകുന്നുണ്ട്. അപ്പൊ ഒരു 2-3-4 ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഷാഡോ ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഒരു 1 month ഷാഡോ ചെയ്യും. 1 month ഷാഡോ ഇപ്പോൾ ഒരു ഹോമിൽ തന്നെ നമ്മൾ ചെയ്യും. ഇപ്പൊ ഞാൻ കെയർ ഹോമിൽ ഇപ്പം നേഴ്സായിട്ട് ഏജൻസി പോകുന്നത്. ഒരു ഹെൽത്ത് കെയർ വർക്കറായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ബേസിക് പേ ഒരു 1 hour നമുക്ക് 12.61 അല്ലെങ്കിൽ ഒരു 12.8 വരെ കിട്ടും. പക്ഷെ ഒരു നേഴ്സ് ആയിട്ടാണെങ്കിൽ നമുക്കിപ്പോ ഒരു പെർ അവർ 24 pounds വരെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇൻ കേസ് നമുക്ക് ഉണ്ടല്ലോ എല്ലാവർക്കും നല്ല ഡൗട്ടാണ് ഏതിൽ കൂടെ അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഏജൻസി ആണോ, ഏജൻസി ആണെന്ന് പറഞ്ഞു എന്തായാലും. പിന്നെ നമുക്ക് പേഴ്സണലി സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സൈറ്റിൽ കൂടെ അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെ ക്രാക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ആപ്സ് സൈറ്റ്സ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ട്രാക്ക് ജോബ്സ് അപ്ലൈ ചെയ്യാൻ വരുന്നുണ്ട്. പിന്നെ NHSjobs.com അതുണ്ട്. പിന്നെ കെയർ ഹോം ആണെങ്കിൽ carehomes.com എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് അല്ലാതെ തന്നെ നമുക്കിങ്ങനെ നമ്മുടെ എവിടെയാ നമുക്കല്ലാതെ അങ്ങനത്തെ നമ്മുടെ കരിയറിന്റെ കുറെ ആപ്പുകളുണ്ട്. പിന്നെ ടോട്ടൽ ജോബ്സ്, Indeed ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ മാക്സിമം കണ്ടുപിടിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഏരിയ നമുക്ക് അറിയാമല്ലോ എത്ര NHS ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അവരുടെ സൈറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ അവരുടെ കരിയേഴ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പക്ഷെ എനിക്കിപ്പോ പറയാനുള്ളതിന് ഇപ്പൊ ഈ സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് വരുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് ലൈക്ക് അവരെ OET, CBT ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് അവരുടെ ലൈക്ക് ഒരു 3rd സ്റ്റേജ് വെരിഫിക്കേഷൻ കൂടെ നാട്ടിൽ നിന്ന് ലൈക്ക് തേർഡ് സ്റ്റേജ് ഉണ്ട്. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ഇവരെ പോലെ നമുക്ക് ഒരു 3 months നമുക്ക് എന്താ ജോബും കിട്ടും, അതായത് നേഴ്സ് കിട്ടും, പിൻ നമ്പർ നേഴ്സ് ആവും. അതാണ് മെയിൻ കാര്യം. പിന്നെ പോലെ തന്നെ ഇപ്പൊ പറയാനാണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ കിട്ടിയ ആൾക്കാണെങ്കിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യോ, ജസ്റ്റ് കമ്പയർ ചെയ്യാം. അതായത് നമുക്ക് നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു MS നഴ്സിംഗ് പ്രോഗ്രാമിന് വേണ്ടി സെപ്റ്റംബർ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്രാക്ക് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ്സിൽ ഇട്ടാൽ മതി. ഐ വിൽ ബി ചെക്കിംഗ് ഇറ്റ് ആൻഡ് വിൽ ബി ക്ലിയറിംഗ് ഓൾ യുവർ ഡൗട്ട്സ്. ഓക്കെ, നിങ്ങൾ കേട്ടതെല്ലാം CBT, OSCE അതുപോലെ OET ആൻഡ് 3rd സ്റ്റെപ്പ് വെരിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ജസ്റ്റ് ബ്രീഫായിട്ട് ഞങ്ങളൊന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് ബാക്കിയുള്ള നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇൻഡിവിജ്വലായിട്ട് OET, OSCE ആൻഡ് CBT ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് നമ്മുടെ ജൂനിയേഴ്സിനാണെങ്കിലും എല്ലാവർക്കും അറിയേണ്ടിയിരിക്കുന്നു. സോ അതിനെക്കുറിച്ചുള്ള ഡീപ്പ് ഇൻഫർമേഷന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഗൈസ്. ബൈ ബൈ.